നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനും ഒക്കെ സഹായിക്കുന്ന നല്ല ഒരു സെറമാണ്. മാത്രമല്ല നമ്മുടെ ചർമ്മം നന്നായിട്ട് ലൈറ്റൺ ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. കുറച്ചു കാലം ഉപയോഗിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടും. ചർമ്മകാന്തി കൂടാനും ഗ്ലോയിങ് ആകാനും ഒക്കെ ആയിട്ട് നമ്മൾ ധാരാളം പാക്കുകൾ ഉപയോഗിച്ച് നോക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ചർമ്മം ഹൈഡ്രേറ്റഡ് ആക്കി നിർത്താനും കൂടെ നമ്മൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ സ്കിൻ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനായിട്ട് ഒരു സെറമാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഈ സെറം നിങ്ങളും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ എങ്ങനെയാണ് സെറം തയ്യാറാക്കുക എന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് കുക്കുംബർ, കറ്റാർവാഴ ജെല്ല്, റോസ് പെറ്റൽ പൗഡർ, തേൻ എന്നിവയാണ് വേണ്ടത്. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുക്കുംബർ ജ്യൂസ് ആണ്. അതിനായിട്ട് ഇവിടെ കുക്കുംബർ ജ്യൂസ് എടുത്തിട്ടുണ്ട്. കുക്കുംബർ അരിഞ്ഞതിന് ശേഷം ജ്യൂസറിലിട്ട് നന്നായി ജ്യൂസാക്കി എടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിൽ നിന്ന് നീര് പിഴിഞ്ഞെടുക്കുകയോ ചെയ്താൽ മതി. ഈ കുക്കുംബർ നമ്മുടെ ചർമ്മം നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുന്ന ഒന്നാണ്. സൺ ഡാമേജിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാനും നമ്മുടെ ചർമ്മകാന്തി മെച്ചപ്പെടുത്താനും ആക്നെ, ബ്ലാക്ക് ഹെഡ്സ് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ തടയാനും ഈ ഒരു കുക്കുംബർ സഹായിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറ്റാർവാഴ ജെല്ല് ചേർത്ത് കൊടുക്കണം. നല്ല ഒരു മോയ്സ്ചറൈസർ ആണ് ഈ കറ്റാർവാഴ ജെല്ല്. നമ്മുടെ സ്കിൻ നന്നായിട്ട് യങ് ആയിരിക്കാനും അതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കാനും ഒക്കെ കറ്റാർവാഴ ജെല്ല് സഹായിക്കുന്നുണ്ട്. ഈ കറ്റാർവാഴ ജെല്ലിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് റോസ് പെറ്റൽ പൗഡർ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള അസ്വസ്ഥതകൾ കുറയ്ക്കാനായിട്ട് ഈ ഒരു റോസ് പെറ്റൽ പൗഡർ സഹായിക്കുന്നുണ്ട്. നന്നായിട്ട് ചർമ്മം ഗ്ലോയിങ് ആക്കാനും റോസ് പെറ്റൽ പൗഡർ നല്ലതാണ്. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തേൻ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചർമ്മം ഓയിലി ആകാതെ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് പറ്റിയ ഒന്നാണ് തേൻ എന്ന് പറയുന്നത്. ഇതിൽ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ആക്നെ ഉണ്ടാകാതെ തടയാനും ഈ തേൻ നല്ലതാണ്. മാത്രമല്ല വരകളും ചുളിവുകളും ഒക്കെ കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഒഴിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പഞ്ഞിയിൽ ഇത് ഒഴിച്ചെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വിരലിൽ ഇതുപോലെ എടുത്തതിന് ശേഷം മുഖത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിക്കാം. നന്നായിട്ട് ഇത് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എങ്കിൽ നമ്മുടെ ചർമ്മത്തിൽ നന്നായിട്ട് പിടിക്കും. നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനും ഒക്കെ സഹായിക്കുന്ന നല്ല ഒരു സെറമാണ്. മാത്രമല്ല നമ്മുടെ ചർമ്മം നന്നായിട്ട് ലൈറ്റൺ ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെറം എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് മനസ്സിലായില്ലേ? നിങ്ങൾ ഇപ്പോൾ തന്നെ വീട്ടിലൊന്ന് തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കുക. കുറച്ചു കാലം ഉപയോഗിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.